Most of us are interested in reading horror stories or gothic stories. Here also we are discussing such a story, The Red Room by H.G. Wells. The Red Room is a short story written by H.G. Wells and it is published in 1896. 1896 പബ്ലിഷ് ചെയ്ത ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ റെഡ് റൂം and it is a gothic story published in the magazine Eitler. Eitler എന്ന മാഗസിനിൽ പബ്ലിഷ് ചെയ്ത ഷോർട്ട് സ്റ്റോറിയാണ് and it was in 1896 1896 പബ്ലിഷ് ചെയ്യുന്നത്. And a gothic story means a story dealing with supernatural and fearful things. സൂപ്പർനാച്ചുറൽ അതായത് ഗോസ്റ്റുകൾ, പ്രേതങ്ങൾ, അതേപോലെ തന്നെ പേടിപ്പിക്കുന്ന അറ്റ്മോസ്ഫിയർ, ഇതൊക്കെയുള്ള സ്റ്റോറിയാണ് ഗോത്തിക് സ്റ്റോറി എന്നറിയപ്പെടുന്നത്. ആൻഡ് H.G. വെൽസ്, ഹിസ് ഫുൾ നെയിം ഈസ് ഹെർബർട്ട് ജോർജ് വെൽസ്. H.G. വെൽസ് പൊതുവെ ഹിസ്റ്റോറിക്കൽ നോവൽ എഴുതുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് H.G. വെൽസ്, ഹെർബർട്ട് ജോർജ് വെൽസ്. ആൻഡ് ഹി വാസ് ദ ഫേമസ് ഇംഗ്ലീഷ് റൈറ്റർ, വളരെ പ്രശസ്തനായ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. ആൻഡ് ഹി ഹാസ് റിട്ടൺ more than 50 novels and a dozen of short stories. ഏകദേശം 50 മുകളിൽ നോവലുകൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ 12 അധികം ഷോർട്ട് സ്റ്റോറികളും എഴുതിയിട്ടുണ്ട്. ഹിസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് ദ ഇൻവിസിബിൾ മാൻ, ദ ടൈം മെഷീൻ, എക്സെട്ര. ടൈം മെഷീൻ, അതേപോലെ ദ ഇൻവിസിബിൾ മാൻ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായ കൃതികൾ. ദ റെഡ് റൂം ഈസ് എ റൂം വെർ വി ക്യാൻ സീ the murder that has happened earlier. നേരത്തെ നടന്ന കൊലപാതകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന റൂമാണ് റെഡ് റൂം. Here the narrator of the red room is a 20-year-old skeptic. Skeptic means the person having doubtful nature. Here the narrator has 28 years of age and he is a ഡൗട്ട്ഫുൾ മാൻ. അദ്ദേഹത്തിന് എന്ത് കാര്യത്തിനും സംശയമുള്ള ഒരു വ്യക്തിയാണ്. 28 വയസ്സുണ്ട്. ആൻഡ് ഹി അറൈവ്സ് അറ്റ് ലൊറൈൻസ് കാസിൽ ടു സ്പെൻഡ് ദ നൈറ്റ് ഇൻ ദ റെഡ് റൂം വിച്ച് ഈസ് സെഡ് ടു ബി ഹോണ്ടഡ്. ആൻഡ് ഹി കംസ് ടു സ്റ്റേ ഇൻ ദ ലൊറൈൻസ് കാസിൽ. ഇവിടെ റെഡ് റൂം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ലൊറൈൻസ് കാസിൽ, ലൊറൈൻസ് കൊട്ടാരം. ലൊറൈൻസ് കൊട്ടാരത്തിലെ റൂമാണ് റെഡ് റൂം. അവിടെ ആ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം വരുന്നു. എന്തിനാണ് വരുന്നത്? ടു സ്പെൻഡ് എ നൈറ്റ്, ഒരു രാത്രി അയാൾക്ക് അവിടെ താമസിക്കണം. ആ റൂമിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ കാസിലിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ഹോണ്ടഡ് ബൈ ഗോസ്റ്റ്. പ്രേതങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ പ്രേതമുണ്ട് എന്നറിയപ്പെടുന്ന ഒരു കൊട്ടാരമാണ്. ആ കൊട്ടാരമാണ് ലൊറൈൻസ് കൊട്ടാരം. ആ കൊട്ടാരത്തിലേക്കാണ് നമ്മളുടെ 28 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ അവിടെ വരുന്നത്. ആൻഡ് ദ പ്രോപ്പർട്ടി ഹാസ് 3 കെയർടേക്കേഴ്സ്. ഈ പ്രോപ്പർട്ടി ഇപ്പോൾ നോക്കി നടത്താൻ 3 പേരുണ്ട്. ആൻഡ് ഓൾഡ് വുമൺ, ഒരു പ്രായമുള്ള ഒരു സ്ത്രീ ഉണ്ട്. അതേപോലെ ആൻ ഓൾഡ് മാൻ വിത്ത് എ വിതേർഡ് ഹാൻഡ്, ഒരു പ്രായമായ മനുഷ്യൻ, അയാളുടെ കൈക്ക് വലിയ സ്വാധീനമില്ലാത്ത ഒരു പ്രായമുള്ള മനുഷ്യൻ. ആൻഡ് ആൻ ഓൾഡ് മാൻ വിത്ത് എ ഷെയ്ഡ്, മറ്റൊരു പ്രായമായ മനുഷ്യൻ, അയാൾക്കൊരു ഷെയ്ഡ്, അയാളുടെ ഒരു ഭാഗം മറുകായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഭാഗം ക്ലിയർ അല്ലാത്ത ഒരു വ്യക്തി. അങ്ങനെ ഈ 3 പ്രായമുള്ള ആളുകളാണ്, 2 പുരുഷന്മാരും ഒരു സ്ത്രീയും. അങ്ങനെ ഈ 3 പേരുമാണ് ആ കൊട്ടാരം ഇപ്പം നോക്കി നടത്തുന്നത്. ആൻഡ് ദേ വാണ്ട് ഹിം ഓഫ് ദ ഹൗസ് ബട്ട് ഹി കെയേഴ്സ് ലിറ്റിൽ. അവർ 3 പേരും ഇദ്ദേഹം അവിടെ വരുന്ന സമയത്ത് തന്നെ പറയുന്നു ദിസ് പ്ലേസ് ഈസ് ഹോണ്ടഡ്, പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് യുവർ ഓൺ ചോയ്സ്, ദ മാൻ വിത്ത് വിതേർഡ് ഹാൻഡ് ബിഗാൻ ടു സേ റിപ്പീറ്റഡ്ലി. ആ ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത മനുഷ്യൻ പറയാൻ തുടങ്ങി, എന്താണ്? ഇറ്റ് ഈസ് യുവർ ചോയ്സ്, ഇത് നിങ്ങൾ തിരഞ്ഞെടുത്തതാണ്. കാരണം ഈ കൊട്ടാരം എന്താണ്, എല്ലാവരും പണ്ടേ പറയുന്നതാണ് ഇറ്റ് ഈസ് ഹോണ്ടഡ് ഓർ ഇറ്റ് ഈസ് ഹോണ്ടഡ് ബൈ ഗോസ്റ്റ്, പ്രേതങ്ങളുള്ള ഒരു സ്ഥലമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇത് നിങ്ങളായിട്ട് തിരഞ്ഞെടുത്തതാണ്, ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ സ്കെപ്റ്റിക് ആയിട്ടുള്ള ഈ മനുഷ്യൻ, ഡൗട്ട്ഫുൾ നേച്ചറാണ് അദ്ദേഹത്തിന്, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിൽക്കുന്നു. ആൻഡ് ദ വുമൺ സെറ്റ്, ഇനി സ്ത്രീ പറയുന്നത് എന്താണ്? ദിസ് നൈറ്റ് ഓഫ് ഓൾ നൈറ്റ്സ്, എന്താ പറയുന്നത്? ഈ രാത്രി എല്ലാ രാത്രിയും പോലെയല്ല, ഈ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന് സ്ത്രീയും പറയുന്നു. ആൻഡ് ഹി നിഗ്ലെക്ട്സ് ദീസ് വാർണിംഗ്സ് ആൻഡ് ആസ്ക്സ് ദം ടു ഷോ ദ വേ ടു ദ റൂം. ഈ സമയത്ത് അദ്ദേഹം പറയുന്നു, അതിലൊന്നും ഒരു കാര്യമില്ല, എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്, നിങ്ങൾ അങ്ങോട്ടേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തന്നാൽ മതി, നിങ്ങൾ ആ ഒരു സേവനം മാത്രം ചെയ്താൽ മതി എന്നുള്ള അർത്ഥത്തിൽ വലിയ ഭയങ്കര ധൈര്യശാലി എന്ന നിലയിൽ മുന്നോട്ടേക്ക് പോകുന്നു.
and they are not ready to follow him. പക്ഷേ വഴി കാണിച്ചു കൊടുക്കാൻ പറയുന്ന സമയത്ത് these three people are not ready to follow him. അയാളുടെ പുറകെ പോകാൻ അവർ തയ്യാറാകുന്നില്ല. കാരണം അവർക്ക് ജീവനിൽ കൊതിയുണ്ട്, അവർക്ക് പേടിയുണ്ട്. സോ they give details, that is to go through the hallway up to a spiral staircase, then pass through the door and a room that ends to a hole at the top of the steps. അവർ പറഞ്ഞു കൊടുക്കുന്ന വഴി എന്താണ്? വഴി എന്ത് ചെയ്യുക? ഗോ ത്രൂ എ ഹോൾവേ, ഒരു ഹോളിലൂടെ പോവുക. അപ് ടു എ സ്പൈറൽ സ്റ്റെയർ കേസ്, അവിടെ ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് ഉണ്ട്, അതും കടന്നിട്ട് പോകുമ്പോൾ ദെൻ പാസ് ദ ഡോർ, അന്നേരം നിങ്ങൾക്ക് ഒരു ഡോർ കാണാം. ആൻഡ് ദ ഡോർ ദാറ്റ് കംസ് ടു ദ ഹോൾ അറ്റ് ദ ടോപ്പ് ഓഫ് ദി സ്റ്റെപ്സ്, ആ സ്റ്റെപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള റൂമാണ് നിങ്ങൾക്ക് പോകേണ്ട റെഡ് റൂം. ആൻഡ് വെൻ ദ നരേറ്റർ പാസസ് ദ ഫൈനൽ കോറിഡോർ ഹി ഈസ് എ ലിറ്റിൽ ബിറ്റ് സ്കെയർഡ് ഓഫ് ദ ഷാഡോ. പെട്ടെന്ന് ഈ മനുഷ്യൻ ആ വഴി പറഞ്ഞു തന്ന വഴിയിലൂടെ മുന്നോട്ടേക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അവസാനത്തെ ആ കൊറിഡോർ മീൻസ് ആ ഇടുങ്ങിയ സ്ഥലത്ത് അവിടെ എത്തുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പേടി തോന്നുന്നു. കാരണം തൻ്റെ പിന്നിലൊരു നിഴല് കാണുന്നു. ആൻഡ് ഹീ സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോർ. അങ്ങനെ നിഴല് കണ്ടൊന്നു പേടിച്ചതിന് ശേഷം ആ ഡോറിന്റെ മുന്നിൽ നിൽക്കുന്നു. ആൻഡ് തിങ്ക് ഓഫ് ദ ഡ്യൂക്ക് ഹൂ ഹാഡ് ഡെഡ് ബൈ ഫോളിങ് ഫ്രം ദ സ്റ്റെയർ കേസ് വൈൽ കമ്മിങ് ഔട്ട് ഓഫ് ദ റൂം. ഈ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് സ്റ്റെയർ കേസിൻ്റെ അടുത്ത്, നമ്മൾ പറഞ്ഞു ആ കോറിഡോറിൻ്റെ അങ്ങേ അറ്റം എത്തിയ സമയത്ത് പെട്ടെന്ന് ഒരു നിഴൽ കണ്ടു. ആ നിഴൽ കണ്ടതിനെ പേടിച്ച് ആ റൂമിൻ്റെ മുന്നിൽ അദ്ദേഹം നിൽക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം ആ ഡ്യൂക്കിനെ കുറിച്ച് ചിന്തിക്കുന്നു. ആ ഡ്യൂക്ക് സ്റ്റെയർ കേസിൽ നിന്ന് താഴെ വീണതാണ്. അതായത് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് സ്റ്റെയർ കേസിൻ്റെ അടുത്ത് സ്ലിപ്പായി നേരെ താഴെ വന്ന് വീണ് മരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പെട്ടെന്ന് ഓർക്കുന്നു. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഇരുട്ടത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നിഴൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അതേപോലെ ഇദ്ദേഹവും ആ ഒരു സംഭവം ഓർത്ത്. ദ നരേറ്റർ ടേക്സ് എ ക്യാൻഡിൽ ആൻഡ് വാക്സ് ഡൗൺ എ ഡാർക്ക് പാസേജ്. അദ്ദേഹം ആ നരേറ്റർ ഒരു മെഴുകുതിരി കത്തിച്ച് ആ ഡാർക്ക് കോറിഡോറിലൂടെ, ആ ഇരുണ്ട കോറിഡോറിലൂടെ മുന്നോട്ടേക്ക് പോകുന്നു. ആൻഡ് ഹി ഈസ് ദെയർ ടു ഇൻവെസ്റ്റിഗേറ്റ് ദ സപ്പോസ്ഡ് ഹോണ്ടിങ് ഓഫ് ദി റെഡ് റൂം. ആ റെഡ് റൂമിൽ പ്രേതം ഉണ്ടോ ഇല്ലയോ അത് അന്വേഷിക്കാണ് അദ്ദേഹം വരുന്നത്. ആൻഡ് ഹി റിമെമ്പേഴ്സ് ദി സപ്പോർട്ടിംഗ് സ്റ്റോറി ഓഫ് ആൻ ഏൾ വൈൽ പ്ലേയിങ് എ പ്രാങ്ക് ഓൺ ഹിസ് ടിമിഡ് വൈഫ് ട്രൈങ് ടു സ്കെയർ ഹെർ ബട്ട് ഫോൾസ് ഡൗൺ ഫ്രം ദ സ്റ്റെയർസ്. അദ്ദേഹം പെട്ടെന്ന് മറ്റൊരു കഥയെ ഓർക്കുന്നു. അതായത് ഒരു പ്രഭു തൻ്റെ പേടിയുള്ള ഭാര്യയെ കുറച്ചുകൂടി ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗെയിം കളിക്കുന്നു. പക്ഷേ സ്റ്റെയർ കേസിൽ നിന്ന് വീണ് മരിക്കുന്നു. ആൻഡ് ഷീ ഓൾസോ ഡൈഡ് ഓഫ് ബേസ്റ്റിംഗ് ഹർ ഹാർട്ട് ഫോർ ഹസ്ബൻഡ്സ് ഡെത്ത്. ആ സ്ത്രീയും മരിക്കുന്നു. അതായത് തൻ്റെ ഭർത്താവ് സ്റ്റെയർ കേസിൽ നിന്ന് വീണ് മരിക്കുന്നത് കാണുന്ന ആ സമയത്ത് പേടിച്ചിട്ട് ഭാര്യയും ഹൃദയം പൊട്ടി മരിക്കുകയാണ്. ആൻഡ് ദസ് their spirits are supposed to be wandering there. ഈ രണ്ടുപേരുടെയും ആത്മാക്കൾ അവിടെ വാണ്ടറിങ് ആണ്, അവിടെ അലഞ്ഞു തിരിയുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആൻഡ് ദീസ് ആർ ദി ഹോണ്ടഡ് സ്പിരിറ്റ്സ്. ഈ അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾ അല്ലെങ്കിൽ ആ കാസിൽ, ആ കൊട്ടാരത്തിലുള്ള ഹോണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോണ്ടിങ് ആയിട്ടുള്ള സ്പിരിറ്റ്സ് ഇവരുടെ രണ്ടുപേരുടെയും ആണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വേറൊരു ഡ്യൂക്ക് ഉണ്ട്. ആ ഡ്യൂക്കും വീണ് മരിച്ചതാണ്. അത് പറയുന്നുണ്ട്. ദ കാസിൽ ഈസ് എ ഷാഡോയി ആൻഡ് ഫീൽഡ് വിത്ത് ഓൾഡ് ഫാഷൻഡ് ഫർണിച്ചർ. ഇനി ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഫർണിച്ചർ. ഒരുപാട് പഴക്കമുള്ള ഫർണിച്ചർ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ഷാഡോസ് ഉണ്ട്. അതായത് ഈ ഫർണിച്ചറിൻ്റെ ഒക്കെ ഷാഡോസ് നമുക്കവിടെ കാണാൻ സാധിക്കും. അതേപോലെ നമ്മൾ പറഞ്ഞു ഈ രണ്ട് ഭാര്യയും ഭർത്താവും മരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഉള്ള ഒരു ഡ്യൂക്കും മരിച്ചിട്ടുണ്ട്. അയാൾ സ്റ്റെയർ കേസിൽ നിന്ന് വീണ് മരിച്ചതാണ്. അപ്പം ഈ പ്രേതങ്ങളെക്കാളും ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെ പ്രേതമാണ്. അതായത് നമ്മുടെ ടിമിഡ് വൈഫ് ആൻഡ് ഹസ്ബൻഡ്, അവരുടെ പ്രേതങ്ങളാണ് അലയുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ഹി റിയലൈസസ് ദാറ്റ് ദ അറ്റ്മോസ്ഫിയർ ഈസ് മേക്കിംഗ് ഹിം അൺഈസി. ഈ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ദ അറ്റ്മോസ്ഫിയർ ഈസ് നോട്ട് ഗുഡ്. കാരണം ഈ ഒരു പേടി വർദ്ധിക്കുന്നു. ഈ ഫർണിച്ചറും അതിൻ്റെ നിഴലും ഒക്കെ കാണുന്ന സമയത്ത് വീണ്ടും പേടി കൂടുകയാണ് ചെയ്യുന്നത്. ആൻഡ് വെൻ ഹി ഗോസ് ത്രൂ എ ഡാർക്ക് ആൻഡ് ഡസ്റ്റി കോറിഡോർ ഹി ഹിയേഴ്സ് ദ എക്കോ സൗണ്ട് ഓഫ് ഹിസ് ഓൺ ഫുഡ് സ്റ്റെപ്സ്. അദ്ദേഹം മുന്നോട്ട് പോകുന്ന സമയത്ത് ആ കോറിഡോറൊക്കെ കടന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നിറയെ ഫർണിച്ചറാണ്.
അദ്ദേഹത്തിന്റെ കാലൊച്ച കേൾക്കുന്നു. പക്ഷേ ഹി തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് ദി ഫുഡ് സ്റ്റെപ്സ് ഓഫ് സം വൺ ഹു ഈസ് ഫോളോയിങ് ഹിം. അദ്ദേഹം പെട്ടെന്ന് ചിന്തിക്കുന്നത്, നമുക്കറിയാലോ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് പോവാണ്, ഒറ്റയ്ക്കുള്ള റൂമിലേക്ക് പോകുമ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോൾ സ്റ്റെയർ കേസ് എല്ലാം ഉള്ള റൂമിലാണെങ്കിൽ നമ്മൾ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്, പെട്ടെന്ന് കറണ്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പേടിയുണ്ടാവും. അപ്പോൾ അതേപോലെ ഈ മനുഷ്യനും എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് പേടിയാവുന്നു. കാരണം സ്വന്തം കാലിൽ വെച്ച് കേൾക്കുമ്പോൾ അയാൾ ചിന്തിക്കുന്നത് ആരോ തൻ്റെ പുറകെ വരുന്നുണ്ട്, അയാളുടെ കാലൊച്ചയാണ് എന്ന് അയാൾ ചിന്തിക്കുന്നു. ആൻഡ് he is startled by a sculpture which looks like someone's waiting to ambush him. പെട്ടെന്ന് അദ്ദേഹം ആ റൂമിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ചിത്രം കാണുന്നു. ആ ചിത്രം പെട്ടെന്ന് കാണുന്ന സമയത്ത് അദ്ദേഹത്തെ നോക്കിയിരിക്കുന്ന പോലെയുള്ള ഒരു ചിത്രം. അതായത് ഇപ്പൊ നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമ കാണുന്ന സമയത്ത് നമ്മുടെ നാഗവല്ലിയുടെ ചിത്രം കണ്ട് പെട്ടെന്ന് ശോഭന നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. ആൻഡ് the castle was abandoned for the last 12 months by its owner. ഈ ഒരു കൊട്ടാരം കഴിഞ്ഞ 12 മാസമായി ആരും അവിടെ താമസിക്കുന്നില്ല. ഇവര് കെയർടേക്കേഴ്സ് ആണ്, ഇവര് അതിൻ്റെ ഉള്ളിലൊന്നും പോകാനില്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 2 പുരുഷന്മാരും ഒരു സ്ത്രീയും പ്രായമായവരാണ്. അവര് കൊട്ടാരം സൂക്ഷിപ്പുകാരാണ്, പക്ഷെ അവര് ആ വഴിയൊന്നും കാണിച്ചു കൊടുക്കാൻ പോകുന്നില്ല. അവര് കൊട്ടാരമായിട്ട് യാതൊരു ബന്ധവും പുലർത്താതെ അതിന്റെ നോക്കി നടത്തിപ്പുകാർ മാത്രമാണ്. ആൻഡ് ദ റെഡ് റൂം ഇസ് എ പ്ലേസ് ഓഫ് അൺനാച്ചുറൽ ഹാപ്പിനെസ്. And since the former owner played an unfortunate joke on his timid wife by showing a tragic end, the recent Duke also, who is young, died while trying to pass the night in the room, and he falls down from the staircase. അങ്ങനെയുള്ള മരണവും അവിടെ നടത്തിയിട്ടുണ്ട്. അതായത് ഈ സ്ത്രീയും പുരുഷനും ഡ്യൂക്കും ഏളും ഭാര്യയും അതേപോലെ തന്നെ ഡ്യൂക്കും ഇവരൊക്കെ മരിച്ചിട്ടുണ്ട്. രണ്ടും ഒരു പക്ഷേ സ്റ്റെയർ കേസിൽ നിന്ന് വീണത് കൊണ്ട് ഒരു പക്ഷേ അതാണ് അവിടെ ഹോണ്ടഡ് സ്റ്റോറി ആയിട്ട് പറയുന്നത്. കാരണം ഈ ഭാര്യയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാര്യയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗെയിം കളിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കളി കളിക്കുന്ന സമയത്ത് അവിടെ നിന്ന് സ്റ്റെയർ കേസിൽ നിന്ന് വീണിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അതേപോലെ തന്നെയാണ് പിന്നീട് ഡ്യൂക്കും മരിക്കുന്നത്, സ്റ്റെയർ കേസിൽ നിന്ന് താഴെ വീണിട്ടാണ്. അപ്പം രണ്ടും തമ്മിൽ ഈ മനുഷ്യൻ ചിലപ്പോൾ തള്ളിയിട്ടതായിരിക്കാം എന്ന കഥകളായിരിക്കും പരക്കുന്നത്. അപ്പോൾ രണ്ടുപേരും സ്റ്റെയർ കേസിൽ നിന്ന് വീണതാണ്. Then the narrative views that the Duke's death is really a coincidence. അതുകൊണ്ട് ഈ ഡ്യൂക്കിന്റെ മരണവും ഒരു കോയിൻസിഡൻസ് ആണ്. രണ്ടുപേരും സ്റ്റെയർ കേസിൽ നിന്ന് വീണതായതുകൊണ്ട് ഒരു യാദൃശ്ചികത അതിലുണ്ട്, അല്ലെങ്കിൽ അതിലെന്തോ സംതിങ് ഇല്ലേ, അല്ലെങ്കിൽ ആ പ്രേതം തള്ളിയിട്ടതായിരിക്കൂലേ എന്നൊക്കെയുള്ള ചിന്തകൾ അവിടെ വരുന്നു. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കാൻഡിൽ ഹി എൻറ്റേഴ്സ് ദ റൂം. ഇനി അങ്ങനെ കുറേ ചിന്തകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മെഴുകുതിരിയുടെ സഹായത്തോടു കൂടി അദ്ദേഹം റൂമിലേക്ക് കിടക്കുന്നു. ആൻഡ് ഹി ഇൻസ്പെക്ട്സ് എവരി കോർണർ ഓഫ് ദ റൂം. ആ ഓരോ മുക്കിനും മൂലയിലും ആ മെഴുകുതിരിയുടെ വെളിച്ചം കൊണ്ട് അദ്ദേഹം സെർച്ച് ചെയ്യുന്നു. ആൻഡ് ഹി ഫൈൻഡ്സ് 6 more candles and lights them. അദ്ദേഹം അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ മൂലയിലും 6 വലിയ മെഴുകുതിരികൾ കാണുന്നു. അത് തെളിക്കുന്നു, അതിന് തിരിതെളിക്കുന്നു. ആൻഡ് എ ഫയർ ഹാസ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ഗ്രേറ്റ് ആൻഡ് ഹി ലൈറ്റ്സ് ഇറ്റ് ടു. അദ്ദേഹം പെട്ടെന്ന് കാണുന്ന ഒരു ഫയർ പ്ലേസ്. ഫയർ പ്ലേസ് നമുക്കറിയാം തണുപ്പ് സമയത്ത് തീ കായാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലം. അവിടെ കുറച്ച് തീ കൂട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അതിനും അദ്ദേഹം തീ കൊടുക്കുന്നു. ആൻഡ് ഹി അറേഞ്ചസ് സം ഫർണിച്ചർ അറൌണ്ട് ദ ഫയർ പ്ലേസ് ആൻഡ് ബിഗിൻസ് ടു ടോക്ക് അലൗഡ് ടു ഷോ ദ ഐഡിയ ഓഫ് ഗോസ് ഈസ് അബ്സേർഡ് ആസ് ഹി ഫിയേഴ്സ് ഹിസ് ഓൺ ഫുഡ് സ്റ്റെപ്സ്. അദ്ദേഹം ഈ ഫയർ പ്ലേസിനടുത്ത് തീ കത്തിച്ചിട്ട് ഫയർ പ്ലേസ് സെറ്റാക്കി അവിടെ 2-3 കസേരയൊക്കെ പിടിച്ചിട്ട് അവിടെ വന്നിരിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കസേരയൊക്കെ സെറ്റാക്കി വെച്ചു. എന്നിട്ട് ഒച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. എന്തിനാണ്? നമ്മളും പാട്ട് പാടും, പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് പാട്ടും പാടി നമ്മൾ പോവാറുണ്ട് അല്ലേ? അതെന്താണ്, നമ്മുടെ ഉള്ളിൽ പേടിയുണ്ട്. ആ പേടി പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉറക്കനെ സംസാരിക്കാൻ തുടങ്ങി, ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹി ഫിയേഴ്സ് ഹിസ് ഓൺ ഫുഡ് സ്റ്റെപ്സ്. നേരത്തെ പറഞ്ഞു ആരോ പിന്തുടരുന്നു, സ്വന്തം കാൽപാദത്തിന്റെ ഒച്ച കേട്ട് പേടിച്ച ആളാണ് ഇവിടെ ഒരു വലിയ ധൈര്യശാലിയാണെന്നുള്ള രീതിയിൽ ഉച്ചത്തിൽ വർത്താനം പറയുന്നത്. സത്യത്തിൽ പേടി മറയ്ക്കാനാണ്. ആൻഡ് അറ്റ് ദി അതർ എൻഡ് ഓഫ് ദ റൂം ദർ ഇസ് എ ഡാർക്ക് alcove and the shadow in its depth looks like a lurking thing.
ആ റൂമിന്റെ ഒരു മൂലയിൽ വലിയൊരു ഭരണി പോലത്തെ ഒരു സാധനം ഉണ്ട്. അതിന്റെ നിഴൽ നമുക്കറിയാലോ, മെഴുകുതിരിയുടെ അല്ലെങ്കിൽ മറ്റേ എന്താണ് വിളക്കിന്റെ ഒക്കെ വെളിച്ചത്തിൽ ചെറിയ സാധനമാണെങ്കിൽ അതിന് നിഴൽ നല്ല വലിപ്പത്തിൽ കാണും. പെട്ടെന്ന് ഇതിന്റെ നിഴൽ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹം പേടിച്ചു പോയി. കാരണം എന്തോ ഒരു സാധനം അവിടെ പതുങ്ങിയിരിക്കുന്നുണ്ട്, അതിന്റെ നിഴലാണെന്ന് അദ്ദേഹം പേടിക്കാൻ തുടങ്ങി. ആൻഡ് ഹി പുട്സ് ഹിസ് ക്യാൻഡിൽ ഇൻ ദ ആൽക്കേവ് ആൻഡ് റിമൂവ് ഡാർക്ക്നെസ്. പെട്ടെന്ന് ആ ഭരണിയുടെ അടുത്ത് കൊണ്ടുവച്ചു കയ്യിലിരുന്ന മെഴുകുതിരി. കാരണം വലിയ റിഫ്ലക്ഷൻ ആണ്, അതിന്റെ ആ ഒരു ഷാഡോ വലുതാണ്. ആ ഷാഡോ കണ്ട ഓൾറെഡി പേടിയായി. അപ്പം മെഴുകുതിരി അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ അതിന്റെ ഷാഡോ പോയി. ആൻഡ് ഹി ഫെച്ചസ് സം ക്യാൻഡിൽസ് ഇൻ ദ ഹോൾ വേ ആൻഡ് അറേഞ്ചസ് ദം അറൗണ്ട് ഹിം. അദ്ദേഹം നേരത്തെ ഹോൾവേയിൽ വരുന്ന വഴിക്ക് കണ്ടിരുന്നു കുറേ മെഴുകുതിരികൾ അവിടെ ഇരിക്കുന്നത്. അവിടെ പോയിട്ട് വേഗം ഓടിപ്പോയി ആ മെഴുകുതിരികൾ എടുത്തുകൊണ്ട് വന്നു. അത് റൂമിൽ പല ഭാഗങ്ങളിൽ കത്തിച്ചു വെക്കാൻ തുടങ്ങി. കാരണം നേരത്തെ പറഞ്ഞു, ആ ഷാഡോസ് അദ്ദേഹത്തെ പേടിപ്പിക്കുന്നുണ്ട്. ഈ മെഴുകുതിരി കത്തിച്ചു വെക്കുകയാണെങ്കിൽ ഷാഡോസ് കുറയും. അതുകൊണ്ട് ആ ഷാഡോ ഒഴിവാക്കാൻ വേണ്ടി മെഴുകുതിരി കത്തിച്ചു വെച്ചു. ആൻഡ് നൗ ഹി ഫീൽസ് ചിയർഫുൾ. അങ്ങനെ ആ റൂം നിറയെ വെളിച്ചായി. സോ ഹി ബിക്കം ഹാപ്പി, സന്തോഷമായി. ആൻഡ് ആഫ്റ്റർ മിഡ് നൈറ്റ്, അങ്ങനെ കുറച്ച് നേരം സന്തോഷമായി സമാധാനത്തിൽ ഇങ്ങനെ പോയി. ആൻഡ് ആഫ്റ്റർ മിഡ് നൈറ്റ് the candle in the alcove suddenly goes out. Midnight, the candle in the alcove suddenly goes out. കുറെ നേരം മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് നല്ല പ്രകാശമാണ് ആ റൂമിൽ. അങ്ങനെ സന്തോഷമായിട്ട് കുറച്ച് നേരം പോയി. പാതിരാത്രി കഴിഞ്ഞു. അപ്പോഴേക്കും പെട്ടെന്ന് ആ വലിയ ഭരണിയുടെ അടുത്തുള്ള മെഴുകുതിരി പെട്ടെന്ന് അണഞ്ഞു. And when he tries to relighten it, the two more candles behind him suddenly goes out. അദ്ദേഹം പെട്ടെന്ന് ആ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള 2 മെഴുകുതിരികളും കൂടി അണഞ്ഞു. ആൻഡ് ഇൻ ഫിയർ ആൻഡ് ഹറി ഹി സ്ട്രിപ്സ് ആൻഡ് ഫോൾസ്. പെട്ടെന്ന് ആദ്യം ഒരു മെഴുകുതിരി അടഞ്ഞു. തൊട്ട് പുറേ തന്നെ അടുത്തിരുന്ന 2 മെഴുകുതിരി കൂടി അടഞ്ഞപ്പോഴത്തേക്ക് പേടിയായി. പേടിച്ച് വെപ്രാളപ്പെട്ട് വീണു. ആൻഡ് ദ കാൻഡിൽ ഇൻ ഹിസ് ഹാൻഡ് ഗോസ് ഔട്ട് ആൻഡ് റോൾസ് അവേ. അങ്ങനെ പേടിച്ച് വീണ സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു അണഞ്ഞ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ പിടിച്ചതാണ്. കത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് തൊട്ടടുത്തുള്ള 2 മെഴുകുതിരി അണഞ്ഞത്. ആ കയ്യിലിരുന്ന മെഴുകുതിരി ഉരുണ്ടുരുണ്ട് അങ്ങനെ ശബ്ദമുണ്ടാക്കി ഉരുളാൻ തുടങ്ങി. ഇദ്ദേഹം വീണു, മെഴുകുതിരി ഉരുണ്ട് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് ദ റൂം ഈസ് കംപ്ലീറ്റ്ലി ഡാർക്ക് എക്സെപ്റ്റ് ദ ഡാർക്ക് ഗ്ലോ ഓഫ് ദി ഡിമ്മി ഫയർ. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു ഫയർ പ്ലേസിൽ അദ്ദേഹം തീ കത്തിച്ചിട്ടുണ്ട്. ആ ബാക്കി മെഴുകുതിരികൾ മൊത്തം, ആ റോയിലുള്ള മെഴുകുതിരികൾ മൊത്തം അണഞ്ഞു. ആ റൂമിലെ മെഴുകുതിരികൾ മൊത്തം അണഞ്ഞിട്ട് ഇപ്പോൾ ആ ഫയർ പ്ലേസിലുള്ള ചുമന്ന തീ മാത്രം, അതിന്റെ കനൽ മാത്രമായി മാറി. ആൻഡ് ഹി ട്രൈസ് ടു റീലൈറ്റൻ ഇറ്റ് ത്രൂ ദ ബാർസ് ഫ്രം ദ ഫയർ ആൻഡ് ദ ഫയർ ബിക്കംസ് ഡാർക്ക് ആൻഡ് കോൾഡ്. റൂമിലെ മെഴുകുതിരികളെല്ലാം അണഞ്ഞു. തൻ്റെ കൂടെ, അതായത് താൻ വീണപ്പോൾ തൻ്റെ കയ്യിലിരുന്ന മെഴുകുതിരി ഉരുണ്ടുപോയ ആ മെഴുകുതിരി എടുത്ത് ആ ഫയർ പ്ലേസിൻ്റെ ഉള്ളിലൂടെ, അവിടെ ഒരു ബാറ് പോലെ, അതായത് അഴി പോലെ ഉണ്ട്, ആ അഴിയുടെ ഉള്ളിലൂടെ കൈ കടത്തി ആ ഫയർ പ്ലേസിൽ നിന്ന് കത്തിക്കാൻ വേണ്ടി പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ആ ചുമന്ന തീ പെട്ടെന്ന് കറുത്ത തീയായി മാറി, അതായത് കരിക്കട്ടയായി മാറുകയും അവിടെ പ്രകാശമില്ലാത്ത ഒരവസ്ഥ, ചൂടുണ്ടായിരുന്ന സ്ഥലത്ത് യാതൊരു തീ കത്തിച്ചതിന്റെ അടയാളവും ഇല്ലാത്ത അവസ്ഥയായി മാറിയോടെ. ഇതും കൂടി കണ്ടപ്പോഴത്തേക്ക് നമുക്കറിയാം പകുതി ജീവനും കൂടി ഉള്ള ജീവനും കൂടി പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. നൗ ഹി ഗെറ്റ്സ് കംപ്ലീറ്റ്ലി പാനിക്. ഈ സമയത്ത് അദ്ദേഹം പൂർണ്ണമായിട്ടും പേടിച്ചരണ്ടു പോകുന്നു. അതായത് മെഴുകുതിരികൾ മൊത്തം അണഞ്ഞു. പാതിരാത്രിയാണ് സമയം. പാതിരാത്രി മിഡ് നൈറ്റ് കഴിയുന്ന സമയത്താണ് ഇങ്ങനെ സംഭവം നടക്കുന്നത്. എല്ലാ മെഴുകുതിരി അണഞ്ഞ സമയത്ത് ആകെ ഉള്ളത് ചുമന്ന ആ ഒരു ഫയർ പ്ലേസിലെ ആ പ്രകാശമാണ്. ആ പ്രകാശം, അതിൽ നിന്ന് മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ഫയർ പ്ലേസിലെ അഴിയുടെ ഇടയിലൂടെ കൈയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്താണ് ആ തീയും, ചുമന്ന തീ പെട്ടെന്ന് കറുത്ത കളറായി മാറുന്നത്. അതായത് കരിക്കട്ടയാണ്, കനല് കരിക്കട്ടയായി മാറുകയും അവിടെ തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതായത് ചൂട് ജ്വലിച്ചു നിന്ന ആ ഒരു, നമ്മൾ അടുപ്പിലെല്ലാം കത്തിക്കുന്ന പോലെ ജ്വലിച്ചു നിന്ന ആ ഒരു പ്രകാശം അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് കരിക്കട്ടയും തണുപ്പും ആയി മാറി. സോ നൗ ഹി ഈസ് കംപ്ലീറ്റ്ലി പാനിക് ആൻഡ് റൺസ് ഫോർ ദ വേ. പെട്ടെന്ന് അദ്ദേഹം പേടിച്ചറിണ്ട് ഓടാൻ തുടങ്ങി. ആൻഡ് ഹി സ്ട്രിപ്സ് ആൻഡ് സ്റ്റംബിൾസ് അറൗണ്ട് ബൈ ദി ഫർണിച്ചർ. അങ്ങനെ ഓടുന്ന വഴിക്ക് നമ്മുടെ മണിച്ചിത്രത്താഴില്
ഇന്നസെന്റ് വരുന്ന സമയത്ത് തൊട്ടിലെല്ലാം ആടുന്ന പോലെ തട്ടുമ്പോൾ ഓടി വന്ന് തട്ടുന്നത് ഫർണിച്ചറിലാണ്. അങ്ങനെ അവിടെ തട്ടി വീഴുന്നു. ഫൈനലി ഹി ഫീൽസ് ദാറ്റ് സമ്മൺ സ്ട്രൈക്സ് അറ്റ് ഹിസ് ഫോർഹെഡ് ആൻഡ് ഹി ഫീൽസ് അൺകോൺഷ്യസ്. അങ്ങനെ ഫർണിച്ചറിൽ തട്ടി വീഴുന്നത് ചുമരിൽ നെറ്റി അടിച്ചിട്ടാണ് വീഴുന്നത്. പക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നത് ആരോ വന്ന് തലക്കടിച്ചതാണ്, നെറ്റിയിൽ അടിച്ചതാണെന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ബോധം കെട്ട് അവിടെ വീഴുന്നു. അങ്ങനെ ഈ സംഭവത്തിലൂടെ അദ്ദേഹം ബോധം കെട്ട് അവിടെ കിടക്കാണ്. ആൻഡ് ഹി കനോട്ട് റിമെമ്പർ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ നൈറ്റ് വെൻ ഹി വേക്സ് അപ്പ്. പിന്നീട് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന് ബോധം വരുന്നു. നേരം വെളുത്തപ്പോഴത്തേക്ക് ബോധം വരുന്നു. അങ്ങനെ ബോധം വരുന്ന സമയത്ത് ഹി കനോട്ട് റിമെമ്പർ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദി നൈറ്റ്. രാത്രിയിൽ എന്താ സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് ഓർക്കാൻ സാധിക്കുന്നില്ല. ആൻഡ് ദ ഓൾഡ് പീപ്പിൾ വെയർ ടെൻഡിങ് ഹിസ് വൂൺസ്. അദ്ദേഹത്തിന് കുറേ മുറിവ് പറ്റിയിട്ടുണ്ട്. വീണ് സ്റ്റെയർകേസിൽ നിന്നൊക്കെ താഴെ വീണതാണ്. അങ്ങനെ കുറേ മുറിവുകൾ പറ്റി, നെറ്റി അടിച്ചിട്ടുണ്ട്. അപ്പം നെറ്റിയിൽ മുറിവുകളുണ്ട്. അങ്ങനെ അദ്ദേഹം ബോധം വരുന്ന സമയത്ത് ഈ 3 പേര് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതാണ് കാണുന്നത്. നമ്മൾ പറഞ്ഞു കെയർടേക്കേഴ്സ് ഓഫ് ദിസ് കാസിൽ. ഈ കൊട്ടാരത്തിന്റെ കെയർടേക്കേഴ്സ്, ആൻ ഓൾഡ് വുമൺ, എ മാൻ വിത്ത് വിതേർഡ് ഹാൻഡ് ആൻഡ് എ മാൻ വിത്ത് എ ഷെയ്ഡ്. അവർ 3 പേരും ഇയാളെ ശുശ്രൂഷിക്കുകയാണ്. ആൻഡ് ദേ ഫൗണ്ട് ഹിം ഇൻ ദ റൂം അറ്റ് ഡോൺ ബ്ലീഡിങ് ഫ്രം ഹിസ് ഫോർഹെഡ് ആൻഡ് മൗത്ത്. അവർ രാവിലെ കാണുന്നത് അദ്ദേഹത്തിന് നെറ്റിയിൽ നിന്ന് ചോര വരുന്നു, അതേപോലെ വായിൽ നിന്നൊക്കെ ചോര വരുന്ന രീതിയിലാണ് അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ ബോധം കെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. ആൻഡ് ദേ നൗ സീം ടു ബി ഫ്രണ്ട്ലി ആൻഡ് കെയറിങ്. ആദ്യം നമ്മൾ പറഞ്ഞു വെൻ ഹി കംസ് ടു ദ കാസിൽ ദേ ആർ വാർണിംഗ് ഹിം, ദേ ആർ ഗിവിങ് വാർണിങ്സ്. അദ്ദേഹം കൊട്ടാരത്തിലേക്ക് വരുന്ന സമയത്ത് ദേ ആർ നോട്ട് റെഡി ടു ലുക്ക് അറ്റ് ഹിസ് ഫേസ്. അയാളുടെ മുഖത്തേക്ക് അവർ നോക്കുന്നില്ല. ആ സ്ത്രീ പോലും അയാളുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. അത്രത്തോളം ഇൻഡിഫറൻ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. പക്ഷേ ഈ സമയത്ത്, ഈ ഒരു മുറിവേറ്റ് കിടക്കുന്ന സമയത്ത് ദേ സീം ടു ബി വെരി ഫ്രണ്ട്ലി ആൻഡ് കെയറിങ്. അവർ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നു. അതേപോലെ അദ്ദേഹത്തെ നല്ലോണം ശുശ്രൂഷിക്കുന്നുണ്ട്. ആൻഡ് ദ നരേറ്റർ അഷ്യൂർസ് ദാറ്റ് ദ ഓൾഡ് പീപ്പിൾ വെർ റൈറ്റ്. ഈ സമയത്ത് നരേറ്റർ പറയുന്നു, നിങ്ങളാണ് ശരി, നിങ്ങൾ പറഞ്ഞതാണ് ശരി. ദറ്റ് ഈസ് ദ റൂം ഈസ് ഹോണ്ടഡ്. അതായത് ആ റൂമിൽ എന്തോ ഉണ്ട്, ആ റൂമിൽ പ്രേതമുണ്ട്, നിങ്ങൾ പറഞ്ഞതാണ് ശരി. ആൻഡ് ദേ ആസ്ക്ഡ്, പെട്ടെന്ന് അവർ ചോദിച്ചു. എന്താ ചോദിച്ചത്? ഹൂ ഇസ് ദ ഗോസ്റ്റ്? ആരാ പ്രേതം? ഇസ് ദ ടിമിഡ് വൈഫ് ഓർ ഹസ്ബൻഡ്? അവർക്കത് അറിയണ്ടേ. അതായത് പ്രേതം, നിങ്ങളെ വന്ന് പേടിപ്പിച്ച പ്രേതം ആരാണ്? ടിമിഡ് വൈഫാണോ? ആ പേടിച്ചരണ്ട ആ സ്ത്രീയാണോ? വളരെയധികം പേടിയുള്ള ആ ഭാര്യയാണോ? അല്ലെങ്കിൽ ഹസ്ബൻഡാണോ? ആരാ അവിടെ ഉള്ളത്? ആൻഡ് ദ നരേറ്റർ സേസ് ദാറ്റ് ദർ ഈസ് നോ സച്ച് ഗോസ്. ഈ സമയത്ത് നമ്മൾ നരേറ്റർ പറയുന്നു, എന്തില്ല? ദർ ഈസ് നോ സച്ച് ഗോസ്. അവിടെ പ്രേതമൊന്നുമില്ല. ദർ ഈസ് ഓൺലി ഫിയർ ദാറ്റ് ഈസ് ഡെഫനിങ്, ഡാർക്കനിങ് ആൻഡ് ഓവർവെൽമിങ്. അവിടെ എന്തേ ഉള്ളൂ? ഭയം മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഉള്ളിലുള്ള ഭയം മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ പ്രേതവും മണ്ണാങ്കട്ടൊന്നും ഇല്ല. നമ്മളുടെ ഉള്ളിലുള്ള ഭയമാണ്. ദാറ്റ് ഈസ് ഡെഫനിങ്, ഡാർക്കനിങ് ആൻഡ് ഓവർവെൽമിങ്. ഓവർവെൽമിങ് മീൻസ് കൺഫ്യൂസിങ്. നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കിയതും നമുക്ക് ശരിയാക്കാതെ കണ്ണു കാണാതെയൊക്കെ ആക്കിയത് എന്താണ്? നമ്മളുടെ ഉള്ളിലുള്ള പേടി മാത്രമാണ്. ആൻഡ് ഇറ്റ് ഈസ് ദിസ് ഫിയർ ദാറ്റ് ഫോളോഡ് ദ നരേറ്റർ ആൻഡ് ഫോട്ട് അറ്റ് ഹിം ഇൻ ദ റൂം. ഈ പേടിയാണ് നരേറ്ററുടെ കൂടെ കൂടിയിട്ട് അദ്ദേഹത്തെ ആ റൂമിൽ നിന്ന് ഈ ഒരു പരുവത്തിലാക്കിയത്. ദ മാൻ വിത്ത് ദ ഷെയ്ഡ് എഗ്രീസ് വിത്ത് ദ നരേറ്റർ. ഈ സമയത്ത് ആ ഷെയ്ഡുള്ള മനുഷ്യൻ, നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു ഇരുണ്ട അവസ്ഥയിലുള്ള ആ മനുഷ്യൻ, ഹി എഗ്രീസ് വിത്ത് ദ നരേറ്റർ. നരേറ്റർ പറഞ്ഞതാണ് ശരിയെന്ന് പറയുന്നു. ആൻഡ് ഫിയർ ഇറ്റ് സെൽഫ് ഇസ് ഇൻ ദാറ്റ് റൂം, ദ ബ്ലാക്ക് ഫിയർ, ആൻഡ് there it will be so long as this house of sin endures. അദ്ദേഹം പറയുന്നത് എന്താണ്? ഫിയർ ഇറ്റ് സെൽഫ്, പേടി തന്നെയാണ്. അതെന്ത് പേടിയാ? ദാറ്റ് ഈസ് ബ്ലാക്ക് ഫിയർ, കടുത്ത പേടി. കറുത്ത പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡീപ്പ് ഫിയർ, ശക്തമായ പേടി. ആൻഡ് there it will be, അതവിടെ തന്നെ ഉണ്ട്, ആ പേടിയാണ്. സോ ലോങ് ആസ് ദിസ് ഹൗസ് ഈസ് ഓഫ് സിൻ എൻഡ്യൂഴ്സ്. കാരണം ഇവിടെ ഒരു കൊലപാതകം അല്ലെങ്കിൽ മരണം നടന്നതാണ്. കൊലപാതകമല്ല, പക്ഷെ അദ്ദേഹം കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. 2 പേരും മരിച്ചു പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള ദുർമരണം നടന്ന വീട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിടത്തോളം കാലം ദിസ് പ്ലേസ് ഈസ് ഹോണ്ടഡ് ആൻഡ് ദിസ് പ്ലേസ് ഈസ് എ പ്ലേസ് ഓഫ് ഫിയർ. പേടിയുടെ ഒരു സ്ഥലം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ വീടിനടുത്ത് കാണാം കൊലപാതകങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മഹത്യകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടാവും. അപ്പൊ അതേപോലെയുള്ള ഒരു അവസ്ഥയാണ്
ഇവിടെയും സംഭവിച്ചത്. ആ ഒരു ദുർമരണപ്പെട്ട വീടായതുകൊണ്ട് ആ ഒരു പേടി നമ്മളുടെ ഉള്ളിലുണ്ട്. ആ പേടിയാണ് ഈ ഒരു ആശയക്കുഴപ്പത്തിന് കാരണമെന്ന് ആ മനുഷ്യനും പറയുന്നു. ഇതാണ് ഈ സ്റ്റോറി. ഇതിൽ ചോദിക്കാവുന്നത് വാട്ട് ഈസ് ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്? ദ റെഡ് റൂം എന്നതിൻ്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മൾ പറഞ്ഞു ദ റെഡ് റൂം ഇസ് എ പ്ലേസ് ഓർ എ റൂം വെർ വി ക്യാൻ സീ the unnatural or the murder that had happened earlier. നേരത്തെ നടന്ന സംഭവങ്ങൾ, ബ്ലാക്ക് മാജിക് പോലെയുള്ള ആ ഒരു സെറ്റിങ്ങിൽ റെഡ് റൂമിൽ ആത്മാക്കളെ വിളിച്ചു വരുത്താൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കൊലപാതകമൊക്കെ ആണെങ്കിൽ അത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തെയാണ് റെഡ് റൂം എന്നറിയപ്പെടുന്നത്. പിന്നീട് ചോദിക്കാവുന്നത് ഇതിനകത്തെ ദ റോൾ ഓഫ് ഫിയർ ഇൻ ദ സ്റ്റോറി. ഈ കഥയിലെ ഫിയറിന് നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? പിന്നെ ചോദിക്കാവുന്നത് എക്സ്പ്ലെയിൻ ദിസ് ഷോർട്ട് സ്റ്റോറി ആസ് എ ഗോത്തിക് സ്റ്റോറി. ഗോത്തിക് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റോറി ഹാവിങ് അൺനാച്ചുറൽ ഇവൻറ്റ്സ് ഓർ അൺനാച്ചുറൽ സ്പിരിറ്റ്സ്, ഇൻ്റർഫിയറൻസ് ഓഫ് അൺനാച്ചുറൽ സ്പിരിറ്റ്സ്. എന്താണ്, ഗോസ്റ്റ് പോലെയുള്ള, പ്രേതങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ നമ്മൾ പറഞ്ഞു ദ ഷാഡോ ഓഫ് ഫർണിച്ചർ, അതൊക്കെ പേടിപ്പിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫിയർഫുൾ തിങ്സ് ഒക്കെ ഉള്ള കഥകളെയാണ് ഗോത്തിക് സ്റ്റോറീസ് എന്നറിയപ്പെടുന്നത്. പിന്നീട് ഈ 3 ആളുകളെ കുറിച്ച് ചോദിക്കാം. ദ കെയർടേക്കേഴ്സ്, റൈറ്റ് അബൌട്ട് ദി കെയർടേക്കേഴ്സ് ഓഫ് ദിസ് കാസിൽ. ഈ കാസിലിൻ്റെ, ഈ കൊട്ടാരത്തിലെ കെയർടേക്കേഴ്സ് ആരൊക്കെയാണ്? പിന്നീട് വാട്ട് ഈസ് ദ ലെജൻഡ് ബിഹൈൻഡ് ദിസ് കാസിൽ, ഈ കാസിലിന് പിന്നിലുള്ള കഥ എന്താണ്? അതായത് ദ സ്റ്റോറി ഓഫ് ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ദെയർ ഡെത്ത്, അവരുടെ മരണത്തെക്കുറിച്ചും. അതാണ് അതിൻ്റെ സ്റ്റോറി. ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.